നമ്മളിന്നിവിടെ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഞെടുപ്പങ്ങ കണ്ടിച്ച് കളഞ്ഞ് പൂളിയെടുക്കാം. ഇവിടെ മൂത്ത മാങ്ങയാണ്. മാങ്ങ അച്ചാറിന് എടുക്കുമ്പോഴേ നനവുണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ മാങ്ങ പൂത്തുപോകും, അച്ചാർ പൂത്തുപോകും. നമുക്കിത് അരിഞ്ഞെടുക്കാം. ചെറിയ പീസ് മതി. അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അച്ചാർ ഇട്ടാൽ മതി. ഇത് മാങ്ങ 250 ഗ്രാം മാങ്ങ, അതിനുള്ള ചേരുവകളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ലെണ്ണ, അച്ചാറൊക്കെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. മുളക് പൊടി, ഇത് കായപ്പൊടി, ഇത് കടുക് പൊടി, ഇത് ഉലുവാപ്പൊടി, മഞ്ഞൾ പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലാസ്റ്റ് ഇടാനായിട്ട് ഇച്ചിരി പഞ്ചസാര, വിനാഗിരി, ഇത്തരം സാധനങ്ങൾ മതി. ഉലുവായും കടുകുമൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇടാവുന്ന കാര്യമാണ്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ്. അച്ചാറുണ്ടാക്കുന്ന നല്ലെണ്ണയിലാണ്. വെളുത്തുള്ളി ഇടാതെ, പിന്നെ ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇടാതെ, ഇനി നമ്മൾ കായപ്പൊടിയാണ് ഇടുന്നത്. ഉലുവാപ്പൊടി ഇടാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് എണ്ണയും വിനാഗിരിയുമാണ് ഇതിന് ചാറായിട്ടുള്ളത്. മഞ്ഞൾ പൊടി, കടുക് പൊടി, നമുക്ക് ലാസ്റ്റ് മുളക് പൊടി ഇടാം. ഇതൊരു 2 ടേബിൾ ടീസ്പൂണല്ല മുളക് പൊടിയുണ്ട്. ബാക്കി പൊടികളെല്ലാം 1/2 ടീസ്പൂണേ ഉള്ളൂ. ഇനി നമുക്ക് ഉപ്പിടാം. ഇനി മാങ്ങ ഇടാം. ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കാം. ഇത് ആസിഡ് വിനാഗിരി അല്ല. നമുക്ക് തീ ഓഫ് ചെയ്യാമേ. എല്ലാം മാങ്ങ വെന്തു പോകും. എരിവ്, പുളി, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര ഇടും. ഇനി ഇത് ഇവിടെ ഇരുന്ന് 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇത് കുപ്പിക്കകത്താക്കാം. കഴുകി ഉണങ്ങിയ കുപ്പിയായിരിക്കണം. വെള്ളമായി ഒട്ടും ഉണ്ടാകരുത്. കുപ്പിക്കകത്ത് വിടവില്ലാതെ അടച്ച് വെക്കാം. അങ്ങനെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.